പതിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. അതല്ല നിനക്ക് നിർബന്ധമാണെങ്കിൽ അച്ഛനെ പതിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കാനുള്ള ഒരു സാവകാശം തരാലോ. പക്ഷെ എനിക്ക് സാവകാശം തരേണ്ടത് എന്റെ ഭാര്യ ഹരിതയാ. ഒരു നിമിഷം പോലും വൈകാതെ അവിടെ എത്തണമെന്ന് അവളുടെ ഓർഡർ. അതനുസരിച്ചില്ല പിന്നെ പെരുവഴിയേ ഉള്ളൂ എനിക്ക് ആശ്രയം. വീട്ടിലിരുന്ന് 3 നേരം മൃഷ്ടാനം വെട്ടി വിഴുങ്ങാൻ കോടികളൊന്നും സമ്പാദിച്ചിട്ടില്ല എന്റെ അച്ഛൻ എന്ന് പറയുന്ന മഹാൻ. അതെന്താ അമ്മ ഓർക്കാത്തത്? മോനെ പറയുന്നതൊന്നും കേൾക്ക്. നമ്മുടെ ഈ ദുരിതങ്ങളൊക്കെ മാറും. മാറും. മൂക്കി പല്ലു മുളയ്ക്കുമ്പോ. അമ്മയാ നാളുകൾ നോക്കി തെക്കോട്ട് നോക്കി അങ്ങ് ഇരുന്നു. ജനിച്ച കാലം മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങി ഈ തിരുവചനങ്ങള്. കൊട്ടാരത്തിൽ വാഴേണ്ട തമ്പുരാട്ടി ഇപ്പൊ തെരുവുതണ്ടിയായി. വേണം, അമ്മയ്ക്ക് ഇത് തന്നെ വേണം. ആരും ആരെയും കൊല്ലാനും തിന്നാനും ഒന്നും നിൽക്കണ്ട. പിന്നെ തെരുവിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ഈ മിണ്ടാപ്രാണിയുടെ കാര്യം ഞാനും ഈ നിൽക്കുന്ന ചന്ദ്രികയും ആൺമക്കളുടെ കരുതലും സ്നേഹവും അറിഞ്ഞത് ഇവനീന്നാ. ഞങ്ങളുടെ രക്തത്തിൽ പിറന്നതല്ലെങ്കിലും ഇവനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒന്നും വേണ്ട ഈ വീട്ടില്. നീ നേരത്തെ പറഞ്ഞത് കേട്ടല്ലോ, എന്തും ചെയ്യാൻ മടിക്കാത്തവനായി ഈ മാധവൻ നായരെന്ന്. അതേടാ, ഈ പാപത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതെ, മിണ്ടിപ്പോവരുത്. ഈ മിണ്ടാപ്രാണിയെ ഉപദ്രവിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരച്ഛന്റെ വാക്കായത്. മനോജിനെ കുട്ടി പുതിയ വീട്ടിലേക്ക് പോകുന്ന പ്ലാൻ ഉടനെ വേണ്ട. ഓ, ഭാര്യയുടെ ഉപദേശമായിരിക്കും ചേട്ടൻ എന്റെ മുമ്പിൽ നിന്ന് വിളമ്പുന്ന. ഹരിതേ, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. നീ വന്ദനയോ മറ്റാരെയോ നോക്കണ്ട. ഇത്രയും കാലം നിന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച നിന്റെ മനോജിന്റെ അച്ഛനും അമ്മയും മാത്രം നോക്കിയാൽ മതി. വയസ്സുകാലത്ത് അവരോട് കാണിക്കുന്ന ഒരു ഔദാര്യമായിട്ട് കൂട്ടിയാലും മതി. നമ്മളെപ്പോലെ വിശാലമായ കാഴ്ചപ്പാടുള്ളവരല്ല അവര്. വീട് മാറ്റവും മക്കളെ കാണാതുള്ള ജീവിതമൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാ. അതവർക്ക് സഹിക്കാൻ കഴിയില്ല മോളെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ജീവിക്കാനുള്ള എല്ലാ വഴിയും മുട്ടിയപ്പോഴേ ഭാര്യയും കൊണ്ട് വാടക വീട്ടിൽ താമസിക്കാൻ തയ്യാറായ ആളാ ഏട്ടൻ എന്ന കാര്യം മറക്കണ്ട. ഏട്ടന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ മാർഗം. അതുപോലെ എന്റെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴിയാ അച്ഛൻ തുറന്നു തന്നിരിക്കുന്നത്. അന്തസ്സായ ചോദ്യം മോളെ. അതെ, ഹരിതമോളുടെ കുടുംബകാര്യത്തിൽ ആരും ഇടപെടണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. അതെ, ഹരിതയും മനോജും പുതിയ വീട്ടിലേക്ക് താമസം മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അച്ഛാ, മനോജ് പോകുമ്പോ എന്റെ അച്ഛനും അമ്മയും ആകെ തളർന്നു പോവും. അതോർത്തെങ്കിലും. അതോർത്തിട്ടാണ് എന്റെ തീരുമാനത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് ഞാനിപ്പോ പറഞ്ഞത്. എന്റെ കുടുംബത്തെ അപമാനിക്കാൻ ഒരുപാട് കൂട്ടുന്നതാ മാധവനും ചന്ദ്രികയും. മകളുടെ കാര്യത്തിൽ മാത്രമല്ല, മകൻ ജഗന്റെ കാര്യത്തിലും അവരെന്നെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്.
മനോജിന്റെ വീട് മാറ്റം അവർക്ക് സങ്കടമാകുമെങ്കിൽ അതിനെ ആഘോഷമാക്കി മാറ്റാനാണ് കുറുപ്പിനിഷ്ടം. അത് കുറുപ്പിന്റെ പകയാണെന്ന് നീ അങ്ങ് കരുതിക്കും. കഷ്ടം. ഹരിത മനോജിനൊപ്പം ഒളിച്ചോടി പോയെങ്കിൽ ആ കാര്യത്തിൽ രണ്ടുപേരും കുറ്റക്കാരാ. അബോധാവസ്ഥയിൽ കിടന്ന സമയത്ത് ഞാൻ വന്ദനെ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ജഗന് മാത്രമാണ്. അതിന്റെ പഴി മറ്റുള്ളവരുടെ തലയിൽ വെക്കുന്നത് തികഞ്ഞ വിവരക്കേടാ. അച്ഛനെ പോലെ ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എന്താ അച്ഛനും മോനും തമ്മിൽ പോരടിക്കാനാണോ ഭാവം? ഹരിതയ്ക്കും അവരുടേതായ ഒരു ജീവിതം ഉണ്ടാവട്ടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കു സുമേ. ദേ, അതിന്റെ അർത്ഥം വയസ്സായ അച്ഛനമ്മമാരെ എന്നേക്കുമായി ഉപേക്ഷിച്ച് മനോജ് പോകുന്നുവെന്നല്ല. അവരർഹിക്കുന്ന പരിഗണന അവർക്ക് എന്നും ഉണ്ടായിരിക്കും. ഇനി ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കും. അതെ, ഈ സുമലതയാ പറയുന്നേ. മോളെ, നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട. വീട് മാറിക്കഴിഞ്ഞാ മനോജിന് അച്ഛനമ്മമാരോടുള്ള ഉത്തരവാദിത്വം കൂടുകയുള്ളൂ. എന്താ അമ്മ പറയുന്നത് നിനക്ക് വിശ്വാസമാവുന്നില്ലേ?